അല്ലേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഓർഡറിങ് ആൻഡ് കമ്പയറിങ് നമ്പേഴ്സ്. എന്താണ് ഓർഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും അല്ലേ? അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമ്മൾ എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഓർഡറിങ് അല്ലേ? കമ്പയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ ഈക്വൽ ആണോ അതൊക്കെയല്ലേ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് സിമ്പിൾ അല്ലേ? നമ്മൾ പണ്ട് പഠിച്ച കാര്യം തന്നെയല്ലേ ഇപ്പൊ ഒന്നുകൂടി പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് ഓഫ് നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സിനെ എങ്ങനെയാണ് റൗണ്ട് ചെയ്യാൻ പോകുന്നതെന്നാണ്. റൗണ്ടിങ് മക്കൾ കേട്ടിട്ടുണ്ടോ? റൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചില കണക്കുകളൊക്കെ പറയുമ്പോൾ പറയൂലേ, ഇപ്പോ 146 അല്ലെങ്കിൽ 147.5 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് എന്ത് പറയും? 150 രൂപ അല്ലെങ്കിൽ 200 രൂപ എന്നൊക്കെ പറയൂലേ. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിജിറ്റ്സ് പറയാതെ നമ്മൾ ആ നമ്പറിനെ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമുള്ള രീതിയിലേക്ക് മാറ്റുന്നതിനെ പറയുന്നതാണ് എന്ത്? റൗണ്ട് ഓഫ് നമ്പർ. റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്. മക്കൾ കേട്ടിട്ടുണ്ടോ റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്? അതായത് നമ്മൾ അതിനെ നമുക്ക് പറയാൻ എളുപ്പമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുന്നു. ഇപ്പൊ 129 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഇപ്പൊ ഒരു സംഭവത്തിന് 129 രൂപ. നിങ്ങൾ ഒരു ചെരുപ്പ് വാങ്ങാൻ പോയി, 129 രൂപയാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് പറയുമ്പോ പെട്ടെന്ന് എന്താ പറയും? 130 രൂപ അല്ലേ? പെട്ടെന്ന് അങ്ങനെയല്ല, നമ്മൾ റൗണ്ട് ചെയ്ത് പറയും ആ കണക്കിനെ. എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ചില്ലറ പൈസകളായിട്ട് പറയാതെ നമ്മൾ ഒരു നമ്പറിനെ റൗണ്ട് ചെയ്ത് പറയും. ആ റൗണ്ടിങ് മെത്തേഡാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. This number is closer to 1/10 or 10. This number is closer to 2/10 or 20. 15 lies midway between 1/10 and 2/10. But it is considered closer to 2/10 or 20. Finding the tens closer to a number is called rounding that number off to the nearest 10. Thus, the numbers 11, 12, 13 and 14 are rounded off to the nearest 10 as 10, while the numbers 15, 16, 17, 18 and 19 are rounded off to the nearest 10 as 20. Consider these two numbers. Let us learn how to round them off to the nearest 10. To round off a number to the nearest 10, look at the digit to its right or the digit at the ones place. If the digit at the ones place is less than 5, keep the tens digit the same and replace the ones digit by 0. Thus, the number 4563 rounded off to the nearest 10 is 4560. If the digit at the ones place is 5 or greater than 5, add 1 to the tens digit and replace the ones digit by 0. Thus, the number 2138 rounded off to the nearest 10 is 2140. Here are some numbers. Click each number to see. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒന്നുകൂടി പറയാം. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരു നമ്പർ, ഇതാണ് നമ്മളുടെ ഒരു നോർമൽ നമ്പർ ലൈൻ അല്ലേ? 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇതിന്റെ റൈറ്റ് എൻഡിലും ലെഫ്റ്റ് എൻഡിലും എന്തുണ്ട്? ഓരോ ടെൻസ് ഉണ്ട്. 10 ഉണ്ട്, 20 ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ നമ്പർ 13 ആണെങ്കിൽ, അതായത് 13 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റൗണ്ട് ചെയ്യേണ്ടത്? നമ്മൾ അതിന്റെ നിയറസ്റ്റ് ടെൻസ് പ്ലേസിലേക്ക് വേണം റൗണ്ട് ചെയ്യാൻ. 13ന്റെ നിയറസ്റ്റ് ടെൻസ് പ്ലേസ് ഏതാണ്? 10 അല്ലേ? അപ്പോൾ 10ലേക്ക് വേണം 13നെ റൗണ്ട് ചെയ്യാൻ. ഈ സപ്പോസ് നമ്മുടെ നമ്പർ 17 ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യണം? നമ്മൾ അതിനെ 20ലേക്ക് റൗണ്ട് ചെയ്യണം. 17ന്റെ നിയറസ്റ്റ് ടെൻസ് പ്ലേസിൽ വരുന്നത് ആരാണ്? 20 അല്ലേ? 17 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് 17 10ലേക്കുള്ള ഡിസ്റ്റൻസും 20ലേക്കുള്ള ഡിസ്റ്റൻസും രണ്ടും 2 ആണ് അല്ലേ? 17 20ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ്. അതുകൊണ്ട് 17
15 നമ്മൾ 20യിലേക്ക് റൗണ്ട് ചെയ്ത് പറയും. ഈ സപ്പോസ് നമ്മുടെ നമ്പർ 15 ആണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 15 ആണെങ്കിൽ 15 10ലേക്കുള്ള ഡിസ്റ്റൻസും 15 20ലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ കോമൺ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മുതൽ 15ന്റെ റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ നമ്പേഴ്സും, അതായത് നമ്മുടെ സെന്റർ നമ്പർ മുതൽ അതിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാവരും നിയറസ്റ്റ് നമ്പർ ടെൻസിലേക്കോ ഹൺഡ്രഡ്സിലേക്കോ അല്ലെങ്കിൽ തൗസൻഡ്സിലേക്കോ ആണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 15 എങ്ങോട്ട് റൗണ്ട് ചെയ്യണം? 20യിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. 15ന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് 15ൽ താഴെ വരുന്നവരെല്ലാം അതിന്റെ നിയറസ്റ്റ് ടെൻസിലേക്ക് റൗണ്ട് ചെയ്യുക. 15 മുതൽ മുകളിലേക്കുള്ളവരെല്ലാവരെയും അതിന്റെ നിയറസ്റ്റ് 10ലേക്ക്, അതായത് ഇവിടെ 15ന്റെ മുകളിൽ വരുന്ന 10 ഏതാണ്? 20. ആ 20യിലേക്ക് വേണം റൗണ്ട് ചെയ്യാൻ. മനസ്സിലായോ? Is this clear? Okay, ഇനി നമുക്ക് ഈ വീഡിയോ ഒന്നുകൂടി കാണാം. This number is closer to 1/10 or 10. This number is closer to 2/10 or 20. 15 lies midway between 1/10 and 2/10. But it is considered closer to 2/10 or 20. ഇവിടെ നമുക്ക് തൗസൻഡ്സിൽ വരുന്ന മറ്റു രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇനി ഇവരെ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് റൗണ്ട് ചെയ്യാനായിട്ട് to the nearest rounding of numbers to nearest 10 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. To round off a number to the nearest 10, look at the digit to its right or the digit at the ones place. അപ്പോൾ നമ്മൾ If the digit at the ones പ്ലേസിലെ ഡിജിറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 3 ആണ് വന്നിരിക്കുന്നത്. If the ones digit is less than 3, keep the tens digit the same and replace the ones place digit by 0. എന്താ ചെയ്യേണ്ടത്? 5ൽ താഴെയാണെങ്കിൽ, അതായത് നമ്മുടെ ones പ്ലേസിലെ വാല്യൂ if it is below 5, 5 എന്നുള്ള നമ്പറിൽ താഴെയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ടെൻസ് പ്ലേസിൽ ചേഞ്ച് ഒന്നും വരുത്തരുത്, പകരം ones പ്ലേസിനെ 0 ആയിട്ട് മാറ്റണം. അപ്പോൾ അതിന്റെ ആൻസർ ഇവിടെ ഇപ്പോൾ ആൻസർ എന്തായിട്ട് മാറും? നമ്മളിവിടെ ആൻസർ എന്തായിട്ട് മാറും? 4, 5, 6, 3 എന്നുള്ളത് എന്തായിട്ട് മാറി? 3നെ നമ്മൾ 0 ആയിട്ട് ചേഞ്ച് ചെയ്തു അല്ലേ? അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5ൽ ചെറുതാണ് 3, അപ്പോൾ ആ 3നെ നമ്മളിവിടെ 0 ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് ഈ 4563 എന്നുള്ളത് നമ്മൾ എന്തിലേക്കാണ് റൗണ്ട് ചെയ്തത്? 4560. മനസ്സിലായോ? Is it clear? ones place is less than 5, keep the tens digit the same and replace the ones digit by 0. Thus, the number 4563 rounded off to the nearest 10 is 4560. If the digit at the ones place is 5, Okay, ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഇനി നമ്മളുടെ ഈ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, അതായത് 5ന് മുകളിലാണെങ്കിൽ, 5 ആൻഡ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 5 എന്നാ പറഞ്ഞിരിക്കുന്നത്. 5ഉം 5ന് മുകളിലുള്ള നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ടെൻസ് പ്ലേസിലേക്ക് 1 ആഡ് ചെയ്യണം. ആഡ് 1 to the tens digit and then what to do? Write 0 in ones place. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ടെൻസ് ഡിജിറ്റിലേക്ക് 1 ആഡ് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് ones പ്ലേസിൽ 0 ആയിട്ട് എഴുതുകയും വേണം. If the ones digit is greater than or equal to 5, add 1 to the tens digit and replace the ones digit by 0. Okay? മനസ്സിലായോ? or greater than 5. Add 1 to the tens digit and replace the ones digit by 0. Thus, the number 2138 rounded off to the nearest 10 is 2140. Here are some numbers. Click each number to see whether it is closer to 400 or 500. This number is closer to 400. അല്ലേ? ഈ നമ്പർ 448 എന്ന് പറയുന്ന നമ്പർ 450ക്ക് താഴെയാണ്. അപ്പോൾ അത് എന്തിനോടായിരിക്കും ക്ലോസർ? It is closer to 400. What about 450?
450 ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു സെന്ററിലും അതിന് മുകളിലേക്കുള്ള നമ്പേഴ്സ് എങ്ങോട്ടായിരിക്കും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത് 500ലേക്ക്. അപ്പൊ ഇവിടുത്തെ 450 മുതൽ മുകളിലേക്കുള്ള നമ്പർ എങ്ങോട്ട് വരും 500ലേക്ക് വരും. നെക്സ്റ്റ് നമ്പർ എന്താണ് 461 നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും 500ലേക്ക്. 489 നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും 500ലേക്ക്. ഓക്കെ 424 നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും 400ലേക്ക് റൗണ്ട് ചെയ്യും. 449 നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും 400ലേക്ക് റൗണ്ട് ചെയ്യും. 460 എവിടെ റൗണ്ട് ചെയ്യും 500ലേക്ക്. This number is closer to 500. 450 lies midway between 400 and 500. But it is considered closer to 500. Finding the 100 closer to a number is called rounding that number off to the nearest 100. Thus, the numbers 424 and 448 are rounded off to the nearest 100 as 400, while the numbers 461 and 489 rounded off to the nearest 100 become 500. Consider these two numbers. Let us round them off to the nearest hundreds. To round off a number to its nearest 100, look at the digit to its right or the digit at നമ്മൾ ടെൻസ് പ്ലേസിലുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 100ലേക്ക് റൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ടെൻസിൽ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നതെന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ 100ൽ റൗണ്ട് ചെയ്യുന്നതെന്നാണ്. നോക്കാം. At the tens place. If the digit at the tens place is less than 5, keep the hundreds digit the same and replace all the digits to its right by zeros. Okay, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് നോക്കാം. Is less. നമുക്ക് ഇനി 100ലേക്ക് എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് ഒരു നമ്പറിനെ. അതെങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടെൻസ് പ്ലേസിലുള്ള നമ്പർ എന്ത് ചെയ്യണം 5ൽ താഴെയാണെങ്കിൽ നമ്മുടെ ടെൻസ് പ്ലേസിലുള്ള നമ്പർ 5ൽ താഴെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം നമ്മൾ ഹൺഡ്രഡ്സ് പ്ലേസിനെ കോമൺ ആയിട്ട് അതായത് സെയിം നമ്പർ ആയിട്ട് തന്നെ നിർത്തുക. എന്നിട്ട് ടെൻസ് പ്ലേസിനെയും വൺസ് പ്ലേസിനെയും എന്തായിട്ട് എഴുതണം 0 ആയിട്ട് എഴുതണം. അതായത് നമ്മൾ ഹൺഡ്രഡ്സിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ടെൻസ് പ്ലേസിന്റെ ഡിജിറ്റിനെ എന്താ ചെയ്യേണ്ടത് അത് 5ൽ താഴെയാണെങ്കിൽ നമ്മുടെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് 5ൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം 100 പ്ലേസിനെ സെയിം ആയിട്ട് തന്നെ എഴുതുക. പകരം ടെൻസിനെയും വൺസിലെയും നമ്പേഴ്സിനെ 0 ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ഇത് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും this 3219 is rounded to 3200 അല്ലേ. നമ്മൾക്ക് ഈ നമ്പറിലേക്കല്ലേ ഇതിനെ മാറ്റാനായിട്ട് പറ്റുള്ളൂ. Less than 5. Keep the hundreds digit the same and replace all the digits to its right by zeros. Thus, the number 3219 rounded off to the nearest 100 is 3200. If the digit at the tens place ഇനി ടെൻസ് പ്ലേസിൽ ഉള്ള നമ്പർ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ടെൻസ് 1000 ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് എന്നുള്ള കോളത്തിൽ എഴുതിയിട്ട് if our digit is greater than 5 or greater than or equal to 5 നമ്മൾ എന്ത് ചെയ്യണം we add plus 1 to the hundreds place and turn the tens and ones place to 0. നമ്മൾ എന്ത് ചെയ്യണം ടെൻസ് പ്ലേസും വൺസ് പ്ലേസും 0 ആക്കണം. അതുകൂടാതെ ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് 1 ആഡ് ചെയ്യണം. ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് 1 ആഡ് ചെയ്യണം. നമ്മുടെ ടെൻസ് പ്ലേസിലെ ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്രേറ്റർ ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 100 പ്ലേസിലേക്ക് ഒരു 1 ആഡ് ചെയ്യണം. ടെൻസിന്റെയും വൺസിന്റെയും പ്ലേസിൽ 0 ആക്കണം. അപ്പൊ ഇവിടത്തെ നമുക്ക് എന്ത് വരും ഇവിടെ റൗണ്ട് ചെയ്യുമ്പോൾ 6500 എന്ന് വരും അല്ലേ.
നമ്മുടെ നമ്പർ എത്രയായിരുന്നു 6462 can be rounded as 6500. മക്കൾക്ക് ഇത്രയും മനസ്സിലായോ? Okay. Is 5 or greater than 5? Add 1 to the hundreds digit and replace all the digits to its right by zeros. Thus, the number 6462 rounded off to the nearest hundred is 6500. Similarly, we can round off numbers to the nearest thousand. Consider these two numbers. To round off a number to the nearest നമ്മൾ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ തൗസൻഡ്സിൽ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? അതിന്റെ ഹൺഡ്രഡ്സ് പ്ലേസിൽ കിടക്കുന്നതാണ് നോക്കേണ്ടത് അല്ലേ? നമ്മൾ ആദ്യം ടെൻസ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് നോക്കി, സോറി, പിന്നെ നമ്മൾ ഹൺഡ്രഡ്സിലേക്കുള്ളവൻ നോക്കുന്നത് വൺസ് പ്ലേസിൽ നോക്കി, ടെൻസ് പ്ലേസിൽ നോക്കി. ഇനി വരുമ്പോഴോ നമ്മൾ തൗസൻഡ്സ് പ്ലേസിൽ കിടക്കുന്നതാണ് നോക്കുന്നത്. thousand. Look at the digit to its right or the digit at the hundreds place. If the digit at the hundreds place is less than 5, keep the thousands digit the same and replace all the digits to its right by zeros. Thus, the number 5486 rounded off to the nearest thousand is 5000. Okay, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് കാണിച്ചത് ഇപ്പോൾ നമ്മുടെ നമ്പർ നമ്മുടെ ഹൺഡ്രഡ്സ് പ്ലേസിൽ ലെസ് ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ തൗസൻഡ് പ്ലേസിനെ കോൺസ്റ്റന്റ് സെയിം ആയിട്ട് തന്നെ നിർത്തുക. ബാക്കി ഹൺഡ്രഡ്സും ടെൻസും വൺസും പ്ലേസ് ഒക്കെ എന്ത് ചെയ്യണം? 0 ആയിട്ട് മാറ്റണം. അപ്പോ നമ്മുടെ ഈ നമ്പർ ഇവിടെ 5000ലേക്കാണ് കൺവേർട്ട് ചെയ്തത്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് 100 പ്ലേസിൽ ഉണ്ടായിരുന്ന വാല്യൂ 5നേക്കാളും ചെറുതായിരുന്നു അല്ലേ? The nearest thousand is 5000. The digit at the hundreds place is 5 or greater than 5. Add 1 to the thousands digit and replace all the digits to its right by 0. Thus, the number 61,702 rounded off to the nearest thousand is 62,000. Okay, അപ്പോൾ ഇത്രയും മക്കൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് ആണ്. എങ്ങനെയാണ് നമ്പേഴ്സിനെ റൗണ്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അത്രയും മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റോമൻ ന്യൂമറൽസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് റോമൻ ലെറ്റേഴ്സ് ഇല്ലേ? മക്കൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റേ ഉള്ളൂ. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റോമൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് മക്കൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം, ശ്രദ്ധിച്ച് കാണാം. റോമൻ നമ്പേഴ്സ്, the symbols that we commonly use to write numbers are called കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിംബൽസിനെ എന്താണ് പറയുന്നത്? അറബിക് ന്യൂമറൽസ്. ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്താണ് പറയുന്നത്? ഹിന്ദു അറബിക് ന്യൂമറൽസ്. നമ്മൾ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യും. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ 0, 1, 2, 3, 4, 5, 6, 8, 9 നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹിന്ദു അറബിക് ന്യൂമറൽസ്. ഹിന്ദു അറബിക് ന്യൂമറൽസ്. ഓക്കെ, ഇനി നമ്മൾ റോമൻ നമ്പേഴ്സ് ആണ് the Hindu-Arabic numerals. We can form any number using the symbols from the numbers from 0 to 9. Many ancient civilizations had their own ways of writing numbers. In this module, we will study about Roman numerals used by the ancient Romans to write numbers. Symbols used by the Romans to write numbers look like some of the letters of the English alphabet. The Romans used just 7 symbols resembling the letters C, D, I, L, M, V. ഇത്ര ലെറ്റേഴ്സ് മക്കൾ ശ്രദ്ധിക്കുക. ഈ ലെറ്റേഴ്സ് ആണ് നമ്മൾ റോമൻ നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റോമൻ ന്യൂമറൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് CDILMV. Please write in your notebook. These are the Roman numerals we are used to write. Sorry, these are the English alphabets that we are used to write Roman numerals. CDILMV. And X to write numbers. Okay, there was one more. Sorry, CDILMVX. CDILMVX.
ഇത്ര എഴുതുക. ഇത്രയും ലെറ്റേഴ്സ് ഈ റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് ആണ് എന്ത് നമ്മൾ റോമൻ ന്യൂമറൽസ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്സ്. In the Roman numerals, each symbol has a particular value. Okay, ഇനി ഇതിന്റെ For എല്ലാത്തിന്റെയും example, values ആണ് പറയുന്നത്. I is equal to 1, I V means 1, is equal to 5, V and means X 5, is equal to 10. X means 10. Similarly, L is equal to 50, L means C 50, is equal to 100, C means D 100, is equal to 500, D and means M 500, is equal to M 1000. means 1000. Please write these values in your notebook. I means 1, V means 5, X means 10, L means 50, C means 100, D means 500, and M means 1000. Here is a short poem to help you learn the Roman numeral. If you have an I, that is 1, V is 5 and X is 10, L is 50, C is 100, and dear D gives you 500. Then comes the mighty M equal to 1000. These are Roman numerals, and now you know all of them. There is no symbol to show the number 0 in Roman numerals. Roman numerals are used to write different numbers using some simple rules. Let us learn about them. Rule number 1. When a symbol is repeated, its value gets added up. For example, 2 I's represent 2, 3 I's represent 3, and 2 X's represent 20. Remember, you can repeat a symbol a maximum of 3 times. So it is wrong to write 4 as 4 I's or 40 as 4 X's. Also remember that the symbol V for 5 is never repeated. Thus, you cannot write 15 as 3 V's. Rule number 2. If a symbol of smaller value is placed before a symbol of greater value, then the smaller value is subtracted from the larger value. For example, to write 4, the number for your class, you place an I before a V. So you get 5 minus 1 or 4. Similarly, by placing an I before an X, you get 10 minus 1 or 9. And by placing an X before a C, you get 100 minus 10 or 90. Remember that the symbol for 5 is never subtracted. Thus, it is wrong to write 45 by writing V before L. Rule number 3. If a symbol of smaller value is placed after a symbol of greater value, the smaller value is added to the larger value. For example, if an I is placed after V, it represents 5 plus 1 or 6. Similarly, by placing an I... Okay, മക്കൾക്ക് ഈ റോമൻ ലെറ്റേഴ്സ് എന്താന്ന് വരെ മനസ്സിലായോ? Yes. Yes. മക്കളിപ്പോ നോക്കണ്ട. നമുക്ക് 1 മുതൽ 10 വരെ എഴുതാനുള്ളതൊക്കെ മനസ്സിലായിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഈ റോമൻ നമ്പേഴ്സ് വരെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്.